ഹലോ കൂട്ടുകാരെ, സത്യവ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ പേര് അനന്തു. നമുക്കിന്ന് ഈ വീഡിയോയിൽ ഹസാഡിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. എന്താണ് ഹസാഡ്, അതോടൊപ്പം തന്നെ എന്തൊക്കെ തരത്തിലുള്ള ഹസാഡുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും എന്തൊക്കെ അപകടങ്ങളാണ് പതുങ്ങിയിരിക്കുന്നത് അല്ലേ, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഹസാഡ് എന്തെന്ന് വെച്ചാൽ എനിത്തിങ് വിച്ച് പൊട്ടൻഷ്യൽ ടു കോസ് ഹാം ഓർ ഡാമേജ്. നമുക്ക് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്തിനേയും നമ്മൾ ഹസാഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പറയുന്ന ഹസാഡുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ദ ഫസ്റ്റ് വൺ സേഫ്റ്റി ഹസാഡ് എന്നും സെക്കൻഡ് വൺ ഹെൽത്ത് ഹസാഡ് എന്നും അറിയപ്പെടുന്നു. സേഫ്റ്റി ഹസാഡ് എന്തെന്ന് വെച്ചാൽ ഇറ്റ്സ് കേപ്പബിൾ ഓഫ് കോസിങ് ഇമ്മീഡിയറ്റ് ഫിസിക്കൽ ഇഞ്ചുറി. സേഫ്റ്റി ഹസാഡ് മൂലമുണ്ടാകുന്ന ഇഞ്ചുറി വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ബാധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹസാഡുകളെയാണ് സേഫ്റ്റി ഹസാഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മുടെ ബോഡിയെയും പെട്ടെന്ന് നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാനോ നമുക്ക് ഡെത്ത് സംഭവിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ശരീരഭാഗത്തിനുള്ള ക്ഷതങ്ങൾ സംഭവിക്കാനോ ഈ പറയുന്ന ഹസാഡുകൾ കാരണമാകുന്നു. സേഫ്റ്റി ഹസാഡ്സിൻ്റെ ഉദാഹരണങ്ങളാണ് സ്ലിപ്പ്, ട്രിപ്പ്, ഫോൾസ്, അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ഹസാഡുകൾ, ഫയർ, ഹെവി മെഷീനറി, വെഹിക്കിൾസ്, കൺഫൈൻഡ് സ്പേസ്, എക്സ്കവേഷൻ, ഫോളിംഗ് ഒബ്ജക്ട്സ്, വർക്ക് അറ്റ് ഹൈറ്റ്, ഡീപ്പ് വാട്ടർ, ദെൻ അൺഈവൻ സർഫസ്, മൂവിങ് പാർട്ട് ഓഫ് മെഷീനറീസ്. ഇവയെല്ലാം സേഫ്റ്റി ഹസാഡുകളുടെ ഉദാഹരണമാണ്. ഇവയിൽ നിന്നുണ്ടാകുന്ന പരിണത ഫലങ്ങൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ മനുഷ്യനെ ബാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് കത്തുന്നു, അത് എക്സ്പ്ലോഷൻ നടക്കുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു വർക്കർ പണിയെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി വരാനോ ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഇത് നമുക്ക് പെട്ടെന്നായിരിക്കും അതിൻ്റെ അഫക്റ്റ് മനുഷ്യനിലേക്ക് ബാധിക്കുന്നത്. അടുത്ത ഒരു കാറ്റഗറിയാണ് ഹെൽത്ത് ഹസാഡ്. ഹെൽത്ത് ഹസാഡുകൾ 5ആയി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, എക്കണോമിക് ആൻഡ് സൈക്കോളജിക്കൽ ഹസാഡ്സുകൾ. ഫിസിക്കൽ ഹസാഡ്സിൽ പെടുന്നതാണ് അമിതമായി ഉണ്ടാകുന്ന ശബ്ദം, അമിതമായ ചൂട്, അമിതമായ തണുപ്പ്, അതോടൊപ്പം തന്നെ റേഡിയേഷൻ എന്നിവ ഫിസിക്കൽ ഹസാഡ്സിന് ഉദാഹരണമാണ്. അതെന്ന് വെച്ചാൽ ദീസ് ഹസാഡ്സ് ക്യാൻ റിസൾട്ട് ഇൻ injury or damage through physical means such as a forced temperature or radiation. കെമിക്കൽ ഹസാഡ് എന്തെന്ന് വെച്ചാൽ കെമിക്കൽസ്, അതായത് നമ്മുടെ വർക്ക് പ്ലേസിൽ കെമിക്കൽ സബ്സ്റ്റൻസുകളുടെ നിരന്തരമായ ഉപയോഗത്തിലൂടെ കൂടെ നമ്മുടെ ശരീരത്തിന് ഏൽക്കാൻ സാധ്യതയുള്ള ഹസാഡുകളാണ് കെമിക്കൽ ഹസാഡിൽ വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ്, ഫ്ലെയിമബിൾ കെമിക്കൽസ്, കൊറോസീവ് സബ്സ്റ്റൻസ് എന്നിവയൊക്കെ കെമിക്കൽ ഹസാഡുകളിൽ പെടുന്നതാണ്. ഇവ നമുക്ക് ഇച്ചിങ്സ്, അതുപോലെ തന്നെ ക്യാൻസേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമുക്കുള്ള ഇറിറ്റേഷൻസ്, പിന്നെ ഹെൽത്ത് പ്രോബ്ലംസ്, ബേൺസ്, റെസ്പിറേറ്ററി ഇഷ്യൂസ് എന്നിവയ്ക്കൊക്കെ കാരണമാകുന്ന ഹസാഡാണ് ഹെൽത്ത് ഹസാഡുകൾ. ബയോളജിക്കൽ ഹസാഡിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ 2021-22 കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്ത COVID-19 കൊറോണ വൈറസ്. അതൊരു ബയോളജിക്കൽ ഹസാഡിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസം, അതോടൊപ്പം തന്നെ ആനിമൽസ്, ഇവയിൽ നിന്നെല്ലാം നമുക്ക് പകരാൻ പറ്റുന്ന ടച്ചിലോടുകൂടിയും വായുവിൽ കൂടിയുമൊക്കെ മനുഷ്യരിലേക്കും അതോടൊപ്പം തന്നെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും ഒക്കെ പകരാൻ പറ്റിയ തരത്തിലുള്ള ഹസാഡുകളെയാണ് ബയോളജിക്കൽ ഹസാഡ് എന്നറിയപ്പെടുന്നത്. ഹോസ്പിറ്റലുകളിലാണ് കൂടുതലായി ബയോളജിക്കൽ ഹസാഡ്സ് സ്പ്രെഡ് ആകുന്നത്. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബയോളജിക്കൽ ഹസാഡ്സ് വളരെ കുറവായിരിക്കും. പക്ഷേ ഒരു ഹോസ്പിറ്റൽ, അതുകൊണ്ടുള്ള ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റിലോട്ടൊക്കെ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബയോളജിക്കൽ ഹസാഡ് സ്പ്രെഡ് ആകാനുള്ളതും ബയോളജിക്കൽ ഹസാഡ്സിൻ്റെ പ്രസൻസും വളരെയധികമായിരിക്കും. എർഗോണമിക് ഹസാഡിനൊരു ഉദാഹരണമാണ് നമ്മളൊരു വർക്ക് പ്ലേസിൽ മാനുവൽ ഹാൻഡിൽ ചെയ്യുന്നു. നമ്മൾ മാനുവൽ ഹാൻഡിലാണ് നമ്മളുടെ ജോലി എന്ന് വിചാരിക്കുക. നമ്മൾ എപ്പോഴും ഒരു വെയിറ്റ് പൊക്കിക്കൊണ്ടിരിക്കുന്നു.
നമുക്ക് ആ വെയിറ്റ് പൊക്കുന്നതിലൂടെ നമുക്ക് ഭാവിയിൽ നമ്മുടെ മസ്കുലർ ഡിസീസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ റെപ്പിറ്റേറ്റീവ് മോഷൻ നമുക്ക് പെട്ടെന്ന് നമുക്കത് നമ്മുടെ ബോഡി അഫക്റ്റ് ചെയ്തില്ല. ചിലപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം നമുക്ക് നമ്മളുടെ മസ്കുലർ പെയിൻസ്, ജോയിൻസ്, ബാക്കിയുള്ള ശരീര അവയവങ്ങളുടെ ഘടനയൊക്കെ അത് ബാധിക്കുന്നത്. സൈക്കോളജിക്കൽ ഹസാർഡിന് ഉദാഹരണങ്ങളാണ് നമുക്ക് ഒരു മാനസികപരമായിട്ടുണ്ടാകുന്ന ഹസാർഡുകൾ. അത് നമ്മുടെ ജീവിതശൈലിയെയും നമ്മളുടെ മാനസികാരോഗ്യത്തെയൊക്കെ അത് ബാധിക്കുന്നു. ഇപ്പം നമുക്ക് ജോലിയിലുള്ള ഓവർ സ്ട്രെസ്സ്, ജോലി ഭാരം, കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരിക, അതോടൊപ്പം തന്നെ നമുക്ക് വർക്ക് പ്ലേസിൽ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ വരിക, നമ്മളെ ആരെങ്കിലും ഹറാസ് ചെയ്യുക, പിന്നെ നമുക്കൊരു ഇൻസ്യൂരിറ്റി കോംപ്ലക്സ് ഒക്കെ ഫീൽ ചെയ്യുക. നമുക്ക് ജോലി ചെയ്യുന്നതിനോടൊരു വിമുഖതയൊക്കെ വിമുഖതയൊക്കെ തോന്നാനുള്ള പ്രധാന കാരണം വർക്ക് പ്ലേസിൽ നമുക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ലെന്നോ, അല്ലെങ്കിൽ നമുക്കവിടെ ഓവറായിട്ടുള്ള സ്ട്രെസ്സുകൾ, അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ബുള്ളിങ് നേരിടേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യത്തെ അത് ബാധിക്കുന്നു. ഇതാണ് ഒരു സൈക്കോളജിക്കൽ ഹസാർഡ്. ഇതിനെയാണ് സൈക്കോളജിക്കൽ ഹസാർഡ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഹെൽത്ത് ഹസാർഡ് എന്താണെന്നും സേഫ്റ്റി ഹസാർഡ് എന്താണെന്നും ചർച്ച ചെയ്തു. നമുക്ക് ചുറ്റും ഒരുപാട് അപകടങ്ങളാണ് പതുങ്ങിയിരിക്കുന്നത്. ആ ഹസാർഡുകളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് കൊടുക്കുകയാണ് ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ പ്രധാന കർത്തവ്യം. അപ്പം അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ്, അവരുടെ ജോലി, അവരുടെ കടമകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. നമസ്കാരം, നന്ദി.